ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ +2 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ചോദ്യം വന്നാൽ എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ or non-profit organization. So what is non-profit organization? Organizations established for the purpose of rendering services is called non-profit organization. അതായത് പൊതുജനങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാകുന്നു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതായത് സാമൂഹ്യമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥാപനങ്ങളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമ്പലങ്ങള്, പള്ളികള്, ആശുപത്രികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ലൈബ്രറികള്, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഇതെല്ലാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ്? അവർ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതെല്ലാമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് ഇയർ. ഒരു വർഷത്തിന്റെ അവസാനം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്: ഒന്ന്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്; രണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്; മൂന്ന്, ബാലൻസ് ഷീറ്റ്സ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, then ബാലൻസ് ഷീറ്റ്സ്. സോ വാട്ട് ഈസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. Receipts and payments accounts. Receipts and payments account. Payments account. അതിന്റെ ഫോർമാറ്റ് ഇതാണ്. രണ്ട് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് റെസീറ്റ്സ് ആണ്. റെസീറ്റ്സ്, ഇവിടെ എമൗണ്ട്. റൈറ്റ് സൈഡ് പേയ്മെന്റ്സ്, then amount. Receipts and payments account. So what is receipts and payments account? Receipts and payments account is just like a cash accounts. ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നു. അതിനു പകരം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ട് ആകുന്നു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്സ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാഷ് അക്കൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ബുക്കോ തയ്യാറാക്കില്ല. അതിനു പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. സോ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്സ്. രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്സ്. അപ്പോൾ receipts and payments account is
just like a cash account. Number 2, it is a real account. Number 3, it includes capital as well as revenue transactions. Receipts and payments അക്കൗണ്ടിൽ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസും വരും, റവന്യൂ ട്രാൻസാക്ഷൻസും വരും. ഇപ്പൊ റെസീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീറ്റ്സ് ഉണ്ട്, റവന്യൂ റെസീറ്റ്സ് ഉണ്ട്. അപ്പൊ റെസീറ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസീറ്റ്സും വരും, റവന്യൂ റെസീറ്റ്സും വരും. പേയ്മെന്റ് സൈഡിൽ ക്യാപിറ്റൽ എക്സ്പെൻസസും വരും, റവന്യൂ എക്സ്പെൻസസും വരും. അപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ as well as revenue transactions. Next one, it includes current year, previous year and coming year transactions. Receipts and payments അക്കൗണ്ടിൽ കറന്റ് ഇയറിലെ ഇടപാടുകൾ വരും, പ്രീവിയസ് ഇയറിലെ ഇടപാടുകൾ വരും, കമ്മിങ് ഇയറിലെ ഇടപാടുകൾ വരും. കഴിഞ്ഞ കൊല്ലത്തെ വരും, ഇക്കൊല്ലത്തെ വരാം, അടുത്ത കൊല്ലത്തെ വരാം. കാശ് വരുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ആകാം, ഇക്കൊല്ലത്തെ ആകാം, അടുത്ത കൊല്ലത്തെ ആകാം. കാശ് പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ആകാം, ഇക്കൊല്ലത്തെ ആകാം, അടുത്ത കൊല്ലത്തെ ആകാം. അപ്പോൾ it includes current year, previous year and coming year transactions. Next one, in receipts and payments account, all receipts are debited and payments are credited. Receipts and payments അക്കൗണ്ടിൽ എല്ലാ റെസീറ്റ്സും ഡെബിറ്റ് ചെയ്യും, പേയ്മെന്റ്സ് എല്ലാം ക്രെഡിറ്റ് ചെയ്യും. കാരണം ഇത് റിയൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വരുന്നതെല്ലാം ഡെബിറ്റ്, പോകുന്നതെല്ലാം ക്രെഡിറ്റ്. നെക്സ്റ്റ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റിവീൽസ്, ഇത് വെളിപ്പെടുത്തുന്നത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് അതോടൊപ്പം ബാങ്ക് ബാലൻസ് വെളിപ്പെടുത്തുന്ന അക്കൗണ്ട് ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് റവന്യൂ ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കറന്റ് ഇയർ, previous year and coming year transactions. In receipts and payments account, all receipts are debited and payments are credited. Then receipts and payments account reveals closing cash balance or bank balance. ഇതാണ് receipts and payments account. അപ്പോൾ receipts and payments account എങ്ങനെ തയ്യാറാക്കണം? Receipts and payments account, left side receipts amount, right side payments amount. അപ്പോൾ നമുക്കിവിടെ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗിലെ ബാലൻസ് ആണ്. ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീറ്റ് സൈഡിൽ ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ,
ക്യാഷ് ബാലൻസ് ഇത്ര, then ബാങ്ക് ബാലൻസ് ഇത്ര, ചിലപ്പോ ഓപ്പണിംഗ് ബാലൻസ് ഇത്ര രൂപ, ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട് എത്രയാണോ അവിടെ കാണിക്കണം. ക്യാഷ് ബാലൻസ് ഇത്ര, ബാങ്ക് ബാലൻസ് ഇത്ര എന്ന് എടുത്തു പറഞ്ഞാൽ ക്യാഷ് ബാങ്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് കാശ് വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻസ് പിന്നെ മറ്റൊന്ന് ലോക്കർ റെന്റ്, മറ്റൊന്ന് എൻട്രൻസ് ഫീസ്, നെക്സ്റ്റ് വൺ ഡൊണേഷൻ, നെക്സ്റ്റ് വൺ ലെഗസി, പറയാവത് ലെഗസി, നെക്സ്റ്റ് വൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, നെക്സ്റ്റ് വൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇതെല്ലാം ഡെബിറ്റ് ചെയ്യും. കാശ് വരുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യും, പോകുന്നതെല്ലാം ബൈ ഹോണറേറിയം ടു സെക്രട്ടറി. ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സെക്രട്ടറിക്ക് കൊടുക്കുന്ന അലവൻസ്, ആ അലവൻസിനെ വിളിക്കുന്ന പേരാണ് ഓണറേറിയം. ഓണറേറിയം ടു സെക്രട്ടറി. നെക്സ്റ്റ് സാലറീസ് ആൻഡ് വേജസ്, നെക്സ്റ്റ് റെന്റ് ആൻഡ് റേറ്റ്സ്, നെക്സ്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, നെക്സ്റ്റ് പോസ്റ്റേജ്, next purchase of investments, next entertainment expenses, next purchase of fixed assets, അതായത് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ എക്സെട്ര. നെക്സ്റ്റ് ക്ലോസിംഗിലെ ബാലൻസ്, ക്യാഷ് ബാലൻസ് തന്നാൽ കണ്ടുപിടിക്കേണ്ട ബാങ്ക് ബാലൻസ്, ബാങ്ക് ബാലൻസ് തന്നാൽ കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബാലൻസ്. അപ്പൊ ഇവിടെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗിലെ, അത് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ഡെബിറ്റ് കൂട്ടും, ഡെബിറ്റ് സൈഡ് കൂട്ടുന്നു, അത് നേരെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ഡിഫറൻസ് ഇവിടെ വരുന്നു, അത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ഇതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ നമ്മൾ ചോദിച്ചാൽ നമ്മൾ റെസീറ്റ്സ് എല്ലാം ഡെബിറ്റ്, പേയ്മെന്റ്സ് എല്ലാം ക്രെഡിറ്റ്. സാധാരണ വരാൻ സാധ്യതയുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം? ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. അതെങ്ങനെ പോസ്റ്റ് ചെയ്യണം? ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ഇത്ര, ബാങ്ക് ഇത്ര. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആണ് സബ്സ്ക്രിപ്ഷൻ. മെമ്പേഴ്സ് മാസവരി അല്ലെങ്കിൽ വാർഷിക സംഖ്യ അടയ്ക്കണം, അത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷന്
ലോക്കർ, ചില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മറ്റു ലോക്കർ സൗകര്യങ്ങൾ കാണും. ലോക്കർ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ലോക്കർ റെന്റ് കിട്ടും. ആ റെന്റ് ഇൻകമാണ്, പണം വരുന്നു, അപ്പൊ റെസീറ്റ്സ് ആണ്. ലോക്കർ റെന്റ്, എൻട്രൻസ് ഫീസ്, ഒരു ക്ലബിലോ മറ്റും നമ്മൾ അംഗത്വം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രവേശന ഫീസ് കൊടുക്കണം. അപ്പൊ എൻട്രൻസ് ഫീസ്, കാശ് വരുന്നു, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡൊണേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡൊണേഷൻ കിട്ടും. ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക് ഡൊണേഷൻ, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഡൊണേഷൻ. ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഡൊണേഷൻ, മാച്ച് നടത്താൻ വേണ്ടിയുള്ള ഡൊണേഷൻ, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട്, അതോടൊപ്പം ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. അതല്ല, ജനറൽ ഡൊണേഷൻ ഉണ്ട്, ഇന്ന പർപ്പസിനെന്ന് പറയത്തില്ല. അപ്പോൾ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് വരികയാണ്. അപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ റെസീറ്റ് സൈഡിൽ കാണിക്കും ഡൊണേഷൻ. നെക്സ്റ്റ് വൺ ലെഗസി. എന്താണ് ലെഗസി? ദ ലംപ് സം റിസീവ്ഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്നാണ്. ഒരു വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തിയുടെ താല്പര്യമനുസരിച്ച് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന തുകയാണ് ലെഗസി. ചില ആൾക്കാർ വിൽപ്പത്രം എഴുതി വെക്കും, എന്റെ കാലശേഷം ഇത്ര തുക ഇന്ന ക്ലബിന് അല്ലെ ഇന്ന സംഘടനയ്ക്ക്. അപ്പോൾ അത് പണം കിട്ടുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലെഗസി. അപ്പോൾ ലെഗസി കാശ് വരികയാണ്, ഡെബിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നു, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇതെല്ലാം റെസീറ്റ്സ് ആണ്. ഇനി പേയ്മെന്റ്സ്, സെക്രട്ടറിക്ക് അലവൻസ് കൊടുക്കുന്നു, ദാറ്റ് മീൻസ് ഓണറേറിയം ടു സെക്രട്ടറി, സാലറീസ് ആൻഡ് വേജസ്, റെന്റ് ആൻഡ് റേറ്റ്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ചിലപ്പോൾ ലൈബ്രറി ബുക്സ്, ബൈ ലൈബ്രറി ബുക്സ്, അത് വാങ്ങുന്നതാണ്. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്, ദാറ്റ് മീൻസ് ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ വാങ്ങുന്നു. അപ്പോൾ പണം പോവുകയാണ്. നെക്സ്റ്റ് ക്ലോസിംഗിലെ ബാലൻസ്. ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ബാങ്കാണ്. ബാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ക്യാഷ് ബാലൻസ് ആണ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ചിലപ്പോൾ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പറയുന്നില്ല എങ്കിൽ നമ്മൾ ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റിൽ എഴുതി കിട്ടുന്ന ഫിഗർ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് ഇത്ര ബാങ്ക് ഇത്ര. ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ബാങ്ക്. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂട്ടും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും, വ്യത്യാസം ബാങ്ക് ബാലൻസ് ആണ്. ഇതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പോൾ വാട്ട് ഈസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? ദെൻ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കണം? അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ആദ്യത്തെ ഐറ്റമാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്സ്. അപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കഴിയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരാം. അവരുടെ ലക്ഷ്യം എന്നത് ലാഭമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനു തയ്യാറാക്കുന്നു? ആ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക കാലയളവിൽ നേടുന്ന ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് കണക്കാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവർക്ക്
പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യമല്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം തയ്യാറാക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്പർ 2, it is a നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് ഏത് അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട് ആണ്. മൂന്നാമത്തെ പോയിന്റ് പറയാം. It includes revenue transactions only. ഇതില് റവന്യൂ ട്രാൻസാക്ഷൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. 4, it includes current year transactions only. ഏതു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ തയ്യാറാക്കുന്നത്, ആ വർഷത്തെ ഇടപാടുകൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് all expenses are debited and incomes are credited. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യണം, ഇൻകംസ് എല്ലാം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് reveals സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. ഡെഫിസിറ്റ് ആ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക കാലയളവിൽ നേടിയ സർപ്ലസ് എത്ര? സർപ്ലസിന്റെ മലയാളം മിച്ചം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കമ്മി എത്ര? സർപ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നു. വരവ് കൂടുതൽ, ചെലവ് കുറവ്, ആ വ്യത്യാസമാണ് സർപ്ലസ്. ഡെഫിസിറ്റ് മലയാളത്തിൽ കമ്മി എന്ന് പറയും. ചെലവ് കൂടുന്നു, വരവ് കുറയുന്നു, ആ ഡിഫറൻസ് ആണ് ഡെഫിസിറ്റ്. അപ്പോൾ ഒരു പ്രത്യേക കാലയളവിൽ ആ സ്ഥാപനത്തിന്റെ സർപ്ലസ് എത്ര, ഡെഫിസിറ്റ് എത്ര എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആകുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വരാം, വാട്ട് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇത്രയും പോയിന്റ്സ് അവിടെ എഴുതി വെച്ചാൽ മതി. ഏതൊക്കെയാണ് പോയിന്റ്സ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് just like profit and loss account. It is a nominal account. It includes revenue transactions only. It includes current year transactions only. In income and expenditure account, all expenses are debited and incomes are credited. Next one, it reveals surplus or deficits. അപ്പോൾ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, റൈറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് താഴെ ഒന്നാമത്തെ പോയിന്റ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് പോലെയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നാമത്തെ വ്യത്യാസം. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ പോലെയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. രണ്ടാമത്തെ പോയിന്റ്,
Receipts and payments account is a real account. അതവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്സ്. മൂന്നാമത്തെ പോയിന്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് റവന്യൂ ട്രാൻസാക്ഷൻസ്. ദാറ്റ് മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ. കാശ് വരുന്നു, ആ നേച്ചർ നോക്കുന്നില്ല. അത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണോ റവന്യൂ റെസീപ്റ്റ്സ് ആണോ എന്ന് നോക്കുന്നില്ല. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണെങ്കിലും റവന്യൂ റെസീപ്റ്റ്സ് ആണെങ്കിലും എവിടെ വരും? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരും. ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണെങ്കിലും റവന്യൂ എക്സ്പെൻസസ് ആണെങ്കിലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് റവന്യൂ ട്രാൻസാക്ഷൻസ് ഉള്ളി. അതിൽ റവന്യൂ മാത്രമേ എവിടെ വരത്തുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരും. അപ്പോൾ ക്യാപിറ്റലും റവന്യൂ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോൺ റെക്കറിംഗ് നേച്ചർ ആണ്, അത് ആവർത്തിക്കത്തില്ല. ഇപ്പൊ അസറ്റ് വിൽക്കുന്നു, അസറ്റ് വിൽക്കുമ്പോൾ കാശ് വരും. അത് നോൺ എപ്പോഴും അസറ്റ് വിൽക്കാൻ പറ്റുമോ? ഇല്ല. സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു, മെമ്പേഴ്സ് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ അടച്ചുകൊണ്ടേയിരിക്കും, അത് റെക്കറിംഗ് നേച്ചറാണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ റെക്കറിംഗ് നേച്ചർ ആണെങ്കിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം നോൺ റെക്കറിംഗ് നേച്ചറാണ്. അപ്പോൾ ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിലും റവന്യൂ നേച്ചർ ആണെങ്കിലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ട്രാൻസാക്ഷൻസ് മാത്രമേ വരത്തുള്ളൂ. നെക്സ്റ്റ് വൺ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ കറന്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും കമ്മിങ് ഇയറിലെയും ട്രാൻസാക്ഷൻസ് വരും. കഴിഞ്ഞ കൊല്ലത്തെ, ഈ കൊല്ലത്തെ, അടുത്ത കൊല്ലത്തെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പീരീഡ് എന്നാണ്. ആ പീരീഡ് അവിടെ നോക്കുന്നില്ല. കാശ് വന്നത് എപ്പോഴത്തെ കാശാണെങ്കിലും എവിടെ വരും? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരും. ഏത് പീരീഡിലെ കാശാണെങ്കിലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് കറന്റ്, ഏത് കൊല്ലത്തെയാണോ തയ്യാറാക്കുന്നത് അക്കൊല്ലത്തെ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരികയുള്ളൂ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ all receipts are debited and payments are credited. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, ഇൻകം എല്ലാം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്ലോസിംഗിലെ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് കാണിക്കുന്നുവെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ തയ്യാറാകും. അപ്പൊ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? What are the features of receipts and payments account? What is income and expenditure account? What are the features of income and expenditure account? Next one, distinguish between receipts and payments account and income and expenditure accounts. ഇനി income and expenditure account എങ്ങനെ തയ്യാറാക്കാം? Income and expenditure account. Income and expenditure account. Income and expenditure account for the year ended. ഏത് കൊല്ലത്തെയാണോ തയ്യാറാക്കുന്നത് അത് ആ വർഷം 31st December 2015 ആണെങ്കിൽ ഇവിടെ 31/12/2015 ഇതിങ്ങനെ ഹെഡിങ് കൊടുക്കണം ആദ്യം. അതിന്റെ ഫോർമാറ്റ് ഇതാണ്. രണ്ട് പാർട്ടായിട്ട് തിരിച്ചു. ലെഫ്റ്റ് സൈഡ് ഈസ് ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസ് ആണ്, ഇവിടെ എമൗണ്ട്. റൈറ്റ് സൈഡ് ഇൻകം, then amount. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യത്തിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തരും.
കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും തരും. അപ്പം നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നോക്കിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇൻകം നോക്കാം. ഇൻകം എഴുതണമെങ്കിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ റെസീറ്റ് സൈഡ് നോക്കണം. റെസീറ്റ് സൈഡ് ആദ്യം ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. അതിവിടെ വരില്ല. ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് എടുക്കുന്നത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുക്കും. അത് ഓപ്പണിംഗിലെ അസറ്റാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗിലെ ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസോ എടുക്കില്ല. നെക്സ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ. അവിടെയുള്ള റവന്യൂ ഐറ്റംസ് മാത്രം ഇങ്ങോട്ട് എടുക്കണം. റവന്യൂ മാത്രം. അപ്പൊ സബ്സ്ക്രിപ്ഷൻ, ബൈ സബ്സ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻസ്. ആ വർഷത്തെ നെറ്റ് എമൗണ്ട് മാത്രമേ എടുക്കാവുള്ളൂ. അത് കണ്ടുപിടിക്കുന്നതിന് ശേഷം പറയാം ഞാനാണ്. കഴിഞ്ഞ കൊല്ലത്തെയോ അടുത്ത കൊല്ലത്തെയോ ഇക്കൊല്ലത്തെ കിട്ടാനുണ്ടെങ്കിലോ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷമുള്ള ഫിഗറെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഒരു സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ എടുക്കാൻ പാടില്ല. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഡൊണേഷൻ പോലെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ എടുക്കില്ല. സാധാരണ സബ്സ്ക്രിപ്ഷൻസിനെ പറയത്തുള്ളൂ. അത് ക്രെഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ലോക്കർ റെന്റ്. റവന്യൂ ആണ്. ബൈ ലോക്കർ റെന്റ് എടുത്തു. എൻട്രൻസ് ഫീസ് ശ്രദ്ധിക്കണം. എൻട്രൻസ് ഫീസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് പ്രവേശന ഫീസാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ അംഗങ്ങൾ ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ചേരുന്നതനുസരിച്ച് എൻട്രൻസ് ഫീസ് കിട്ടും. അപ്പൊ എൻട്രൻസ് ഫീസിന്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ റെക്കറിംഗ് നേച്ചറാണ്. ഒരു ക്ലബിനെ സംബന്ധിച്ച് പ്രവേശന ഫീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ അംഗങ്ങൾ വരുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് റെക്കറിംഗ് നേച്ചറാണ്. അപ്പൊ എൻട്രൻസ് ഫീസിനെ സംബന്ധിച്ച് ചോദ്യത്തിൽ നിർദ്ദേശം ഇല്ല എങ്കിൽ എൻട്രൻസ് ഫീസ് ട്രീറ്റഡ് ആസ് റവന്യൂ. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ബൈ എൻട്രൻസ് ഫീസ്, എൻട്രൻസ് ഫീസ്. ഇനി ചില ചോദ്യത്തിൽ നിർദ്ദേശം തരും. 1/2 of the entrance fees should be capitalized. ചോദ്യത്തിൽ ഇങ്ങനെ താഴെ പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് ഫീസ് കിട്ടിയ 10,000 ആണ്. അതിന്റെ 1/2 മീൻസ് പകുതി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 10,000 രൂപയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുവാൻ പാടില്ല. 10,000ന്റെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണം. എന്തായി ക്യാപിറ്റലൈസ് ചെയ്യാൻ? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടണം. 10,000ന്റെ പകുതി 5,000 രൂപ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടണം. പോയിട്ട് ബാക്കി വരുന്ന 5,000 രൂപ റവന്യൂ ആണ് ഇവിടെ എടുക്കുക. അപ്പോൾ എൻട്രൻസ് ഫീസിന്റെ ഇത്ര ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞാൽ അത് കഴിച്ച് ബാക്കിയുള്ള തുക മാത്രമേ റവന്യൂ ആയിട്ട് എടുക്കാവുള്ളൂ. ദാറ്റ് മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാവൂ. അതാണ് അപ്പൊ എൻട്രൻസ് ഫീസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം? എൻട്രൻസ് ഫീസിനെ കുറിച്ച് ചോദ്യത്തിൽ നിർദ്ദേശമില്ല എങ്കിൽ ഇറ്റ് ഷുഡ് ബി, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ്. ഇനി ചോദ്യത്തിൽ നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കണക്ക് ചെയ്യാനായിട്ട്. അതാണ് എൻട്രൻസ് ഫീസ്. നെക്സ്റ്റ് വൺ, ഡൊണേഷൻ. ഡൊണേഷൻ നേരത്തെ പറഞ്ഞു. സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്, ജനറൽ ഡൊണേഷൻ ഉണ്ട്. സ്പെസിഫിക് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുവാൻ പാടില്ല.
ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, അത് ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് വേണ്ടി കിട്ടുന്ന ഡൊണേഷനാണ്. അത് ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അങ്ങനെ കിട്ടുന്ന ഡൊണേഷൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അതിന്റെ അർത്ഥം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് എടുക്കുവാൻ പാടില്ല. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ മാത്സ് ഫണ്ട്, മാത്സ് നടത്താൻ വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിനു വേണ്ടിയിട്ട് കിട്ടിയ ഡൊണേഷൻ, അതൊക്കെ സ്പെസിഫിക് പർപ്പസിനുള്ളതാണ്. അതൊന്നും എടുക്കാൻ പാടില്ല. എന്നാൽ ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ എടുക്കാം. വെറും ഡൊണേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് ചിലപ്പോൾ പക്ഷേ ചോദ്യം പറയും ഡൊണേഷന്റെ ഇത്ര ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യാൻ, അല്ലെ ഇത്ര ഭാഗം ഇൻകമായി എടുക്കാൻ പറയും. ഡൊണേഷൻ 10,000 കിട്ടി, 10,000ന്റെ പകുതി ഇൻകമായിട്ട് എടുക്കാൻ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പകുതി ക്രെഡിറ്റ് ചെയ്യാം, പോയിട്ട് ബാക്കി പകുതി എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഇറക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടണം. അപ്പൊ ഡൊണേഷനെ കുറിച്ച് സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ എവിടെ മാത്രം എടുത്താൽ മതി, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി. ജനറൽ ആണെങ്കിൽ നിർദ്ദേശമൊന്നുമില്ല എങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നിർദ്ദേശം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഡൊണേഷൻ, ഡൊണേഷൻ. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്മേൽ പലിശ കിട്ടും, റവന്യൂ ആണ്. നെക്സ്റ്റ് വൺ, എന്റർടൈൻമെന്റ്സ്. എന്റർടൈൻമെന്റ് റെസീറ്റ്സ്, എന്റർടൈൻമെന്റ് റെസീറ്റ്സ്. നെക്സ്റ്റ് വൺ, ലെഗസി. ശ്രദ്ധിക്കണം, ലെഗസി. ലെഗസി എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ലെഗസി എന്താണെന്ന് ചോദിച്ചാൽ a lump sum received by the non-profit organization as per the will of a person after his death എന്നാണ്. ഒരു വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടുന്ന തുകയാണ് ലെഗസി. നേരത്തെ പറഞ്ഞു, ചില വിൽപത്രം എഴുതി വെക്കും, എന്റെ കാലശേഷം ഇത്ര രൂപ ഇന്ന സംഘടനയ്ക്ക്. അപ്പോൾ ആ സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞാൽ പണം വരുന്നു, അത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരും. എന്നാൽ അത് എന്നും ഒന്നും കിട്ടുന്നതല്ല, എപ്പോഴും കിട്ടുന്നതല്ല, അത് നോൺ റെക്കറിംഗ് നേച്ചറാണ്. അതുകൊണ്ട് ലെഗസിയെ സംബന്ധിച്ച് ചോദ്യത്തിൽ നിർദ്ദേശമൊന്നുമില്ല എങ്കിൽ ലെഗസി ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടിയാൽ മതി. എന്നാൽ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ ലെഗസിയുടെ ഇത്ര ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയിട്ട് ബാക്കി വരുന്നത് റവന്യൂ ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ലെഗസി ഇവിടെ എടുക്കാം. ലെഗസി, ലെഗസി ഇതൊക്കെ ഇൻകമാണ്. അപ്പൊ ഇൻകം ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് റവന്യൂ എക്സ്പെൻസസ് എല്ലാം. 2 ഹോണറേറിയം ടു സെക്രട്ടറി. സെക്രട്ടറിക്ക് എല്ലാ മാസവും അലവൻസ് കൊടുക്കണം. 2 സാലറീസ് ആൻഡ് വേജസ്. Salaries and wages. To rent, rates and taxes. Rent, rates and taxes. Next, printing and stationery. Next, postage and telegraph. Next, sundry expense, അല്ലെങ്കിൽ miscellaneous expense. Next, depreciation.
Next, entertainments. Entertainment expense. Next, loss on sale of. Loss on sale of assets. ഇതൊക്കെ എടുക്കുക. നോക്കിയേ, റവന്യൂ എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്തു. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്ന ഐറ്റംസ്, സാധാരണ വരാവുന്ന ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇത് ബാലൻസ് ചെയ്യണം. ഇൻകം ആണ് കൂടുതലെങ്കിൽ ഇൻകം ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്തു, അത് നേരെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇവിടെ വരുന്ന വ്യത്യാസം, അതായത് ബാലൻസ് ചെയ്യണം. ഈ വ്യത്യാസമാണ് സർപ്ലസ്. ഇത് സർപ്ലസ് ആണ്. സർപ്ലസ് ആണ്, അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. വരവ് കൂടുതലും ചെലവ് കുറവും. ദ ഡിഫറൻസ് ഈസ് സർപ്ലസ്. ഇനി ഡെബിറ്റ് സൈഡ് കൂടിയാൽ തന്നെ ചെലവ് കൂടുന്നു. ചെലവ് കൂടിയാൽ ഈ ഡെബിറ്റ് സൈഡ് കൂട്ടണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇവിടെ വരുന്ന വ്യത്യാസം ഡെഫിസിറ്റ് ആണ്. ഡെഫിസിറ്റ്. അപ്പോൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ഈ സർപ്ലസ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടണം. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും കുറയ്ക്കണം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.